ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു സീരിയൽ നടിയുടെ അമ്മ അലഞ്ഞു നടപ്പുണ്ട്. 17 വയസ്സുള്ളപ്പോൾ സീരിയലിൽ അഭിനയിക്കാൻ പോയതാണ്. ഇപ്പോൾ സീരിയൽ ക്യാമറാമാന്റെ കൂടെ ജീവിക്കുകയാണ്. അവൻ MDMA അഡിക്റ്റാണ്. അവരെ ലഹരി ഉപയോഗം കാരണം ചാനലുകൾ പുറത്താക്കി. അവളും ലഹരിക്കടിമയായി. അബ്നോർമലായാണ് പെരുമാറുന്നത്. അമ്മയുടെ അടുത്തേക്കും തിരിച്ചു വരുന്നില്ല. അവൻ 4 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു. 2 നാൾ മുമ്പ് സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ധന്യാരാമൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. സിനിമാ സീരിയൽ ലോകത്തെ അടക്കി വാഴുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് ഇതിനു മുൻപും നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പല നടീനടന്മാരെയും അണിയറ പ്രവർത്തകരെയും മയക്കുമരുന്നുമായി പിടികൂടിയിട്ടുമുണ്ട്. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അതിൽ നിന്നെല്ലാം ഊരിവരുന്ന അവർ മുൻപത്തേതിൽ കൂടുതൽ ഈ രംഗത്ത് സജീവമാവുകയും ചെയ്യും. അവർ കാട്ടുന്ന അതിക്രമങ്ങളും വർദ്ധിക്കും. അത്തരത്തിൽ നിരവധി കൊലപാതകങ്ങളും അതിക്രമങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം എതിരെ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ധന്യാരാമന്റെ പോസ്റ്റ് ശ്രദ്ധ നേടുന്നത്. വിശദമായി തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ പ്രമുഖ ഗവൺമെന്റ് സ്കൂളിലെ 14 വയസ്സുള്ള പെൺകുട്ടി അപ്രത്യക്ഷമായതിനെ തുടർന്ന് അമ്മയുടെ പരാതി പ്രകാരം പോലീസ് ലൊക്കേഷൻ എടുത്തപ്പോൾ കുട്ടി നിൽക്കുന്നത് ബാംഗ്ലൂരിൽ. കൂടെ നഗരത്തിലെ ഗുണ്ടയും. പെൺകുട്ടിയെ സെക്ഷലി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, MDMA ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ കൊണ്ടുവരാനായി അവൾ ടൂളാവുകയും ചെയ്തു. 12 വയസ്സുള്ള പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 26-കാരന്റെ കൂടെ വർക്കല ബീച്ച് കാണാൻ പോയി. നഗരൂരിലുള്ള അവന്റെ വീട്ടിൽ കൊണ്ടുപോയി 12-കാരിക്ക് MDMA കൊടുത്തു. അവളെ ബലാത്സംഗം ചെയ്തു. ഇടയ്ക്ക് ആവശ്യം വന്നപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു സീരിയൽ നടിയുടെ അമ്മ അലഞ്ഞു നടപ്പുണ്ട്. 17 വയസ്സുള്ളപ്പോൾ മകൾ സീരിയലിൽ അഭിനയിക്കാൻ പോയതാണ്. ഇപ്പോൾ ജീവിതം സീരിയൽ ക്യാമറാമാന്റെ കൂടെയും. അവൻ MDMA അഡിക്റ്റാണ്. അവരെ ലഹരി ഉപയോഗം കാരണം ചാനലുകൾ പുറത്താക്കി. അവളും ലഹരിക്കടിമയായി. അബ്നോർമലായാണ് പെരുമാറുന്നത്. അമ്മയുടെ അടുത്തേക്കും തിരിച്ചു വരുന്നില്ല. അവൻ 4 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു. ഈ നഗരത്തിൽ തന്നെ സ്കൂൾ മതിലിന് പുറത്തുനിന്ന് പെൺകുട്ടികൾക്ക് പൊതിയെറിഞ്ഞു കൊടുക്കുന്നത്. ആരോ വീഡിയോ എടുത്തപ്പോൾ പോലീസ് നടപടിയുണ്ടായി. 12 വയസ്സുള്ള പെൺകുട്ടി മുതൽ ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ വരെ ലഹരിക്കടിമയായി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 61 ഷെൽട്ടർ ഹോമുകളുണ്ട് CWC വക. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നത്. അവരെ പരിപാലിക്കുന്നവരാണ് ഇനി സംസാരിക്കേണ്ടത്. അവർക്ക് ഒരുപാട് കഥകൾ അറിയാം. പലതും നമ്മൾ കേട്ടാൽ ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് തോന്നും. ഇങ്ങനെ പോയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താവും? നാളെ നല്ല പൗരന്മാർ ഉണ്ടാകുമോ? ശരിക്കും ഭയക്കേണ്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ലഹരി കൊലകൾ വർദ്ധിച്ചു. ആന്ധ്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ട്രെയിൻ മാർഗം വന്ന ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഡ്രഗ്സ് കൊണ്ടുവരുന്നത് ചിലതൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. വഴിയിൽ ഒരു ചെക്കിംഗ് പോലുമില്ല. ആർക്കും യഥേഷ്ടം കടത്താം. നിലവിലിത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ഈ ലഹരികളെല്ലാം തന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? കഠിനംകുളം പോലീസ് MDMAയുമായി അറസ്റ്റ് ചെയ്ത പ്രതി 110 ദിവസം ജയിലിൽ കിടന്ന വീണ്ടും മറ്റൊരു ഗുണ്ടയുടെ കൂടെ വീണ്ടും MDMAയുമായി വീണ്ടും ജയിലിലായി. കോളേജുകളിലും സ്കൂളുകളിലും ഇയാൾ സപ്ലയറാണത്രേ. സ്വാധീനമുള്ളവരെ നിയന്ത്രിക്കാൻ കുറച്ചു പാടാണ്. കേരളത്തെ പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ കുറച്ച് മെനക്കെടേണ്ടിയിരിക്കുന്നു എന്നാണ് ധന്യാരാമന്റെ വാക്കുകൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.